ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മുടെ പയ്യന്മാരെല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിന്ന് എവിടെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തെ കനകക്കുന്നിൽ അവിടെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ടാണ് പോകുന്നത്. ബാക്കി ഫ്രണ്ട്സ് എല്ലാം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ കണ്ടില്ല, അച്ഛനും ഉണ്ട്, അനന്തുണ്ട്, കണ്ടില്ലേ, അക്ഷയ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ വണ്ടി ഇനിയിപ്പം ഒരു 10-15 മിനിറ്റിൻ്റെ അകത്ത് വെച്ച് വരും. അപ്പോൾ അത് കയറി നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീട്ടിലോട്ടാണ്. കോളേജ് എന്ന് പറയുന്നത് കണ്ടില്ല, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ആയിട്ട് വരുന്നുണ്ട്. കണ്ടില്ലേ, ഇവിടെ നിന്ന് നമ്മൾക്ക് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം തന്നെ സമയം 12 മണിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ട്. പിന്നെ കുറച്ച് പേര് അങ്ങോട്ടൊക്കെ ഉണ്ട്. പിന്നെ കണ്ടില്ലേ, ഇനിയിപ്പോൾ വണ്ടി വരും കേട്ടോ. ടെമ്പോ ഇതാ അവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതിലാണ് നമ്മൾ പോകാനായിട്ട് വന്നത്. ഇവിടെ ഓഞ്ഞ ചെളി ചെറിൻ്റെയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ, എല്ലാവരും കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കയറാനായിട്ട് ആരെ വിളിച്ചോണ്ട് വരാല്ലേ. അതെ, എല്ലാവരും അവിടെ കൊണ്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. സാറെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കയറി നോക്കാം. നല്ല കിടിലം മ്യൂസിക്കൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കയറട്ടായി. അപ്പോൾ നമ്മളിതവിടെ കനകക്കുന്ന് എത്തിയിട്ടുണ്ട്. ഇവിടെ പാലസൊക്കെ ഉണ്ട് കേട്ടോ. ഉദാഹരണത്തിൽ ഇതേവനെ കാണിക്കാൻ വേണ്ടി കുറേ നേരം കൊണ്ട് പറയാണ്. അപ്പോൾ നമ്മളിവിടെയൊക്കെ എത്തിച്ചിട്ടുണ്ട്. ബൈക്കൊന്നും ഇറങ്ങിയിട്ടില്ല, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ അതിൻ്റെ അകത്തുള്ള മെയിൻ വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തതുകൊണ്ട് ഐക്കാടി കൊടുത്തേക്കാം കേട്ടോ. കണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് ഇലക്ഷൻ്റെ എന്തോ ഒരു പരിപാടിയൊക്കെ നമുക്കിവിടെ നിന്നായിരുന്നു നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വ്ളോഗ് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. കണ്ടില്ലേ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും അവിടെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രോഗ്രാമത്തിന് വന്നതായിരിക്കാം. പിന്നെ ഇവിടെ അല്ല ഇത് നടക്കുന്നത്, കവടിയാറാണ് ഇതിൻ്റെ കറക്റ്റ് സ്പോട്ടിൽ ആണ് ഇവിടുത്തെ പരിപാടിയൊക്കെ നടക്കുന്നത് കേട്ടോ. ഇമാർക്ക് മാത്രമേ എല്ലാം ക്ലിയർ ആയിട്ട് അറിയാവുള്ളൂ. എന്തായിരുന്നാലും നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ കാണാം. ഇവിടെ പിന്നെ കഴിക്കാൻ വേണ്ടി നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? എടാ, ബാഗിൻ്റെ അകത്ത് കുറച്ച് ചോറുണ്ട്, അതൊക്കെ ഒരുമിച്ചിരുന്ന് കഴിക്കാം. ഓക്കെ, അത് തന്നെ കൈസിന്റെ ചോറ്. അത് തന്നെ, ഇവ ചിലപ്പോ എടുത്തോണ്ട് പോയാല വാടാ. കൈസ്, അപ്പോൾ നമ്മള് തേരാപ്പാര ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുഡ് കഴിക്കാണ്ട് ഒരു സ്പോട്ട് തപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കനകക്കുന്ന് തന്നെ നമ്മൾ കുറെ വ്ളോഗ്സ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ എല്ലാം ഞാൻ അതാണോ ഈടെ കിട്ടിയല്ലേ ക്രിസ്മസ്. അപ്പൊ ഇപ്പം മാർച്ച് എത്തിയിട്ട് ഇവിടുത്തെ ലൈറ്റ് ഒന്നും മാറ്റിയില്ല. ജനങ്ങളുടെ പൈസ കണ്ടോ, ഇവിടെ കുറെ ഉണ്ട് കേട്ടോ. ലൈറ്റ് ഒന്നും അഴിച്ചു മാറ്റിയിട്ടില്ല, കുറെ ലൈറ്റ് ഉണ്ട്. അതാ വേറെ പരിപാടിക്ക് സെറ്റ് ചെയ്തതെന്നാണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ അല്ലേ മാനവീയം, ഇതിന്റെ അപ്പുറത്തല്ലേ. ഇതിന്റെ അപ്പുറത്തുണ്ട്, നമുക്ക് പറ്റുകയാണെങ്കിൽ പോവാം. ഓക്കെ, നൈറ്റ് പോയാൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുള്ളൂ. രാവിലെ പോയാൽ ഇപ്പൊ നട്ടുച്ച നല്ല ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇപ്പം പോയിട്ടത് ഒരു കാര്യമില്ല. എന്തായിരുന്നാലും നോക്കിയോ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ബാക്കിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡേയ്, ഇതിന്റെ മെയിൻ സംഭവം എന്തിനാണ് ഇവിടെ നടക്കണത്? എടാ, നമ്മളെ NSSന്റെ ഭാഗമായിട്ട് ഒരു റാലിക്ക് വേണ്ടി വന്നതാണ്. മദ്യത്തിനും പുകവലിക്കും എതിരെ ഉള്ളൊരു NSS വോളണ്ടിയേഴ്സിന് കുറച്ച് പേരൊരു പ്രൊട്ടസ്റ്റ് അങ്ങനെ പറയാം. ഇവൻ NSSന്റെ ലീഡറാണ്. ലീഡറല്ലടാ, ഒരു ഗ്രൂപ്പിന്റെ ലീഡർ, നമ്മളെ ഡിപ്പാർട്ട്മെന്റ് ലീഡർ. ഇതാ പറഞ്ഞു, ഫോണും വിളിച്ചുണ്ട്. എല്ലാവരും അവിടെ ഉണ്ട്. എന്തായിരുന്നാലും കഴിവ് എല്ലാണെന്നതിന് കഴിവുണ്ട്, പ്രത്യേകിച്ച് എനിക്ക്. പിന്നെ ഇനി 2 ലക്ഷം ഉള്ളു. നീ ടാക്സ് റവന്യൂ വെട്ടിച്ചോട്ടിച്ചല്ലോ ജീവിക്കാൻ. കണ്ടത് ഗൈസ്, എന്റെ ഫ്രണ്ട്സ് അല്ലേ,
ഗൈസ് അപ്പോൾ നമ്മളിവിടെ ഒരു നല്ല സ്പോട്ട് ഫുഡ് കഴിക്കാനായിട്ട് നല്ല സ്പോട്ട് തപ്പിയാണ് പോണത്. ഒരു ശാന്തമായ അന്തരീക്ഷം. പിന്നെ അവിടെ ചെന്നിട്ട് കാണാം. അതവിടെ ചോറ് കഴിക്കാൻ വേണ്ടി ഇതവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. കണ്ടല്ലേ തപ്പു. ഓക്കെ, അതിൽ കുറച്ച് പേര് അവിടെ ഉണ്ട്. ഇനി നമ്മൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. ചോറ് കഴിച്ചിട്ട് ഒന്ന് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാ ചോറും കഴിച്ചിട്ട് നമ്മളിവിടെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ സമയമാകുമ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങും. കണ്ടില്ലേ, കുറച്ച് സമയം 1:41 കണ്ടില്ലേ, ഇവിടെ എല്ലാവരും ഉണ്ട്. ഇനി കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇറങ്ങാം കേട്ടോ. അപ്പോൾ കാണിച്ചു തരാം. നമ്മളിതവിടെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തോ പരിപാടി സെമിനാറൊക്കെ എന്തൊക്കെ നടക്കുകയാണ്. കണ്ടില്ലേ, വെള്ളം അടിച്ചു മാറ്റണ കള്ളൻ. ഗൈസ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി നമ്മളിപ്പോൾ നടക്കുകയാണ് കേട്ടോ. നമ്മൾ പോകേണ്ട മെയിൻ സ്പോട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ട്, ബാക്കിൽ നിന്നുണ്ട്, ഫ്രണ്ടിൽ നിന്ന് എല്ലാവരും കൂടെ വരെയാണ്. ഇനി അവിടെ പോയിട്ട് കാണാം. അത് തന്നെ, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ വേറെ ഒരു വിശേഷമല്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാ കണ്ടില്ലേ ഫ്രണ്ടിൽ അത് തന്നെ, ആരെങ്കിലും വണ്ടിയിൽ അട വയ്ക്കുകയുള്ളൂ. എല്ലാവരും ഇതാ ഫ്രണ്ടിൽ കൂടെ പോവുകയാണ്. പിന്നെ ഇതാ ബാക്കിൽ നിന്ന് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇവിടെയായിരുന്നു നമ്മൾ കുറച്ച് നേരത്തെ നിന്നത്. അപ്പോൾ അതും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ മെയിൻ സ്പോട്ടിലോട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, എയ്റോപ്ലെയിൻ. ഇവിടെ എവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അത് നമുക്ക് കാണാം. കണ്ടില്ലേ, ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പം കണ്ടോ, പിന്നീട് കാണാൻ പറ്റൂല കേട്ടോ. പിന്നെ അതാ എല്ലാവരും നന്ദം വീട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെയൊക്കെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അതെവിടെയാണെന്ന് അറിഞ്ഞൂടാ. അത് നമുക്ക് നോക്കാം, പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. കബഡിയാർ സ്ക്വയറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ പ്രോഗ്രാം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കണ്ടില്ല, കുറേ പേരുണ്ട് ഗൈസ്. കൊള്ളാമോടെ വെള്ളം? ചൂട് തണുപ്പുണ്ടോ? നല്ല തണുപ്പുണ്ട്. ഇങ്ങോട്ട് എടു, പെട്ടെന്ന് പിടിച്ചിട്ട് താഴെ കളിക്കാം. ഗൈസ് ഇവിടെ ഒരു ചെസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാവേ. പെട്ടെന്ന് നിറയെ. ഇതെന്തിനാണ് ഇതിന്? അവൻ തരും. ഗൈസ് ചെസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇത് ഇവിടെ വെച്ച് കളിക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ ഫുള്ള് പാർക്ക് കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ, കനകക്കുന്നിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്ക്. ഗൈസ് അപ്പോൾ ഇവിടെ ഫുള്ള് പാർക്കൊക്കെയാണ്. അപ്പം നേരത്തെ പറഞ്ഞ കനകക്കുന്നിൻ്റെ ഫ്രണ്ടിലാണ്. പിന്നെ ദജറിനുണ്ട്, അക്ഷയുണ്ട്, ബാക്കി എല്ലാവരും അവിടെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാം കേട്ടോ. ഇപ്പോൾ ഒരു 4:17 കണ്ടില്ല, അവിടെ ഫുള്ള് തിരക്കാണ്. അവിടുത്തെ കുറേ പേര് അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഇവിടെയും കുറേ പേരൊക്കെയാണ്. ഇതാ കാരാന്തം. പിന്നെ നമുക്കങ്ങനെ അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ബസ് കിട്ടിയ കയറി അങ്ങ് പോകണം ഗൈസ്. 3 hours later. ഗൈസ് അപ്പോൾ നമ്മളിപ്പം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. വെയിലത്ത് നട്ടുച്ചയ്ക്ക് അവിടെ ഫുള്ള് നടത്തുമായിരുന്നു കേട്ടോ. അതിൻ്റെ ചെറിയ റാലി പോലെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ എല്ലാം കഴിഞ്ഞു. ഇപ്പം വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ ഒന്നും എടുക്കാനായിട്ട് സാധിച്ചില്ല. ഫുള്ള് തിരക്കും പിന്നെ കാലൊക്കെ വേദനയും അങ്ങനെ അവിടെ ഇരുന്ന് സമയം പോയി തരുന്നില്ല. പിന്നെ ബസ്സും കയറി നേരെ ഇങ്ങ് പോകുന്നതായിരുന്നു. അപ്പോൾ ഔട്ടർ എടുക്കാനായിട്ട് വിട്ടുപോയി. അതുകൊണ്ട് ഔട്ടർ വഴിക്ക് വന്നിരിക്കുകയാണ്. ഇപ്പം തന്നെ സമയം ഒരു 7 മണിയായിട്ടുണ്ടാവും. 6:30 ആയപ്പം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 7 മണിയായപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് ഔട്ടർ എടുക്കാത്ത കാര്യം കൂടെ ഒന്നും കൂടെ ഓർത്തത്. അപ്പോൾ ഔട്ടർ എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. ഇനി അടുത്തൊരു കിട്ടുന്ന വീഡിയോ എന്താ? ഗുഡ് ബൈ. ഇറ്റ്സ് മീ ജിഷാൻ സൈനിങ് ഔട്ട്.